മഴക്കാലമായാലും മല്ലി, മുളക്, ഗോതമ്പ്, റാഗി ഇതെല്ലാം വളരെ ഈസി ആയി തന്നെ ഉണക്കിയെടുക്കാൻ പറ്റിയ അടിപൊളി ടിപ്പുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. മഴക്കാലത്ത് ഇതൊക്കെ എങ്ങനെ ഉണക്കിയെടുക്കുമെന്നുള്ള ടെൻഷൻ ഇനി ആർക്കും വേണ്ട. ഇനി ആരും പുറത്തുനിന്നും വാങ്ങണ്ട. ഇതൊക്കെ മഴക്കാലത്തും നല്ല ഫ്രഷ് ആയിട്ട് തന്നെ വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കാൻ പറ്റും. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി നമുക്ക് കിച്ചണിലേക്ക് ഉപകാരപ്രദമായ 2-3 ടിപ്സുകൾ കൂടി പറഞ്ഞു തരാം. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായും കാണാൻ ശ്രമിക്കുക. നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ പാലപ്പവും ഇഡ്ഡലിയും ഒക്കെ ഉണ്ടാക്കിയ ശേഷം ബാലൻസ് വരുന്ന മാവ് ഫ്രിഡ്ജിലേക്ക് എടുത്തു വെക്കും. പിറ്റേ ദിവസം അത് പുറത്തെടുത്ത് അതിന്റെ തണുപ്പ് മാറ്റിയ ശേഷം അപ്പം ഉണ്ടാക്കാൻ ശ്രമിച്ചാലും നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള അപ്പം കിട്ടത്തില്ല. നമുക്ക് ആദ്യത്തെ ദിവസം ഉണ്ടാക്കിയ പോലെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള അപ്പം അതേ മാവ് കൊണ്ട് തന്നെ പിറ്റേ ദിവസം ഉണ്ടാക്കാൻ പറ്റും. ഇങ്ങനെ ചെയ്താൽ നല്ലതുപോലെ ചൂടായ കുറച്ച് വെള്ളം റൈസ് കുക്കറിനുള്ളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നല്ല ചൂടിൽ തന്നെ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ, തിളയ്ക്കണമെന്നില്ല. നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത മാവ് തവി കൊണ്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ഇതിലേക്ക് വെക്കുക. കുക്കറിന്റെ അടപ്പടച്ചു കൊടുത്ത് അരമണിക്കൂർ വെയിറ്റ് ചെയ്ത ശേഷം നമുക്കത് പുറത്തെടുത്ത് അപ്പം ഉണ്ടാക്കിയെടുക്കാം. കണ്ടോ, നമ്മുടെ മാവ് നന്നായിട്ട് പൊന്തി വന്ന് നല്ല സൂപ്പറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഈ മാവ് കൊണ്ട് നമുക്ക് അപ്പം ഉണ്ടാക്കി നോക്കാം. ഇത് ശരിക്കും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ടിപ്പ് തന്നെയാണ്. ഞാൻ 2-3 ദിവസത്തേക്കൊക്കെയുള്ള മാവ് ഒരുമിച്ച് അരച്ചു വെച്ച് ഇങ്ങനെയാണ് അപ്പം ഉണ്ടാക്കാറുള്ളത്. നമുക്ക് ഒരു ദിവസത്തേക്ക് വേണ്ട മാവ് മാത്രം എടുത്തു വേണം ഇങ്ങനെ തണുപ്പ് മാറ്റിയെടുക്കാൻ. ഓരോ ദിവസവും എടുത്ത് തണുപ്പ് മാറ്റിയ ശേഷം വീണ്ടും വീണ്ടും ഫ്രിഡ്ജിൽ വെച്ച് എടുക്കരുത്. നോക്കൂ എത്ര പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടെന്ന്. അപ്പോൾ ഫ്രിഡ്ജിൽ മാവ് വെച്ച ശേഷം അപ്പം ഉണ്ടാക്കുമ്പോൾ നിങ്ങളും ഈ ഒരു ടിപ്പ് ചെയ്തു നോക്കുക. ശരിക്കും നല്ല സോഫ്റ്റ് അപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ മാവ് ഒട്ടും തന്നെ വേസ്റ്റ് ആയി പോകാതെ നമുക്ക് 2-3 ദിവസവും ഒട്ടും പുളിയില്ലാത്ത നല്ല സോഫ്റ്റ് അപ്പം തന്നെ ഉണ്ടാക്കി കഴിക്കാം. നമ്മുടെ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ അച്ചാറിനും മറ്റുമായി മാങ്ങ അരിഞ്ഞെടുക്കുമ്പോൾ ഇതിന്റെ 2 സൈഡും മുറിച്ചെടുത്ത ശേഷം കൂട്ടിപ്പിടിച്ച് വീണ്ടും ചെറുതായി അരിഞ്ഞെടുക്കണം. ഇത്രയും ബുദ്ധിമുട്ടില്ലാതെ തന്നെ നമുക്ക് മാങ്ങ പെട്ടെന്ന് തന്നെ അരിഞ്ഞെടുക്കാനുള്ള ഈ ടിപ്പ് ഒന്ന് കണ്ടു നോക്കൂ. മാങ്ങയുടെ മുകളിലായി ഇങ്ങനെ മുറിച്ചു കൊടുക്കുക. നല്ല ആഴത്തിൽ തന്നെ മാങ്ങാണ്ടിയിൽ മുട്ടുന്ന പോലെ തന്നെ വേണം മുറിച്ചു കൊടുക്കാൻ. വീണ്ടും ഇങ്ങനെ അടുത്തടുത്തായി മുറിച്ചു കൊടുക്കുക. നമുക്ക് ഏത് വലിപ്പത്തിൽ വേണമോ അതിനനുസരിച്ച് മുറിച്ചു കൊടുക്കുക. കത്തി കയ്യിലൊന്നും മുട്ടാതെ സൂക്ഷിച്ചു വേണം മുറിച്ചു കൊടുക്കാൻ. കറികൾക്കൊക്കെ ഇടാനോ ഉപ്പിലിടാനോ ഒക്കെ നമുക്ക് ഇങ്ങനെ നീളത്തിൽ തന്നെ മുറിച്ചെടുക്കാം. അച്ചാർ ഇടാനാവുമ്പോൾ ഇങ്ങനെ ക്രോസ് ചെയ്ത് ഒന്നുകൂടി മുറിച്ചെടുക്കുക. ഇങ്ങനെ മുറിക്കുമ്പോഴും നല്ല ആഴത്തിൽ തന്നെ മുറിച്ചെടുക്കണം. അതിനുശേഷം ഇങ്ങനെ കനം കുറച്ച് മുറിച്ചെടുക്കുക. കണ്ടോ, നമ്മുടെ കയ്യിലൊന്നും മാങ്ങയുടെ വെള്ളം ഒന്നും പറ്റാതെ തന്നെ കൊച്ചു കൊച്ചു പീസായിട്ട് നമുക്ക് എത്ര പെട്ടെന്ന് തന്നെ മുറിച്ചെടുക്കാൻ പറ്റുന്നു. ഇങ്ങനെ മുറിച്ചെടുത്താൽ നമുക്ക് എത്രമാത്രം മാങ്ങയും സ്പീഡിൽ തന്നെ അരിഞ്ഞെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കുക. അടുത്ത ടിപ്പ്, നമ്മൾ കുക്കറിൽ കറി വെക്കുമ്പോൾ പലപ്പോഴും അടുക്കി പിടിക്കാറുണ്ട്. അത് ഒഴിവാക്കാനായി കറി നല്ലപോലെ തിളച്ച ശേഷം തവി കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് അതിനുശേഷം മാത്രമേ അടപ്പടച്ചു കൊടുക്കാവൂ. ആദ്യത്തെ വിസിൽ വന്നു കഴിയുമ്പോൾ ലോ ഫ്ലെയിമിലാക്കി കൊടുക്കുക. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ കറി ഒട്ടും തന്നെ അടുക്കി പിടിക്കില്ല. നമ്മുടെ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ പലരുടെയും പ്രശ്നം തന്നെയാണ്. പാല് കാച്ചാനായി ഗ്യാസിൽ വെച്ച് നമ്മൾ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി നീങ്ങും. പെട്ടെന്നാണ് തിളച്ചു തൂവി അടുപ്പ് മുഴുവനും വീഴുന്നത്. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ തന്നെ കുറച്ച് സമയം വേണം. നമ്മൾ പാല് കാച്ചാനായി വെക്കുമ്പോൾ തന്നെ അതിനകത്തേക്ക് ഒരു തവി ഇട്ട് കൊടുക്കുക. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. നമ്മൾ ഇളക്കി കൊടുക്കാൻ മറന്നാലും പാൽ ഒട്ടും തന്നെ പുറത്തു പോവില്ല. പാൽ ഇതുപോലെ തിളച്ചു പൊന്തി നല്ലതുപോലെ മുകളിലേക്ക് വന്നാലും ഒട്ടും തന്നെ താഴെ പോകാതെ അത് താഴേക്ക് തന്നെ പയ്യെ താന്നോളും. പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ സമയം മുഴുവൻ ലോ ഫ്ലെയിമിൽ മാത്രമേ വെക്കാവൂ. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടില്ല. അപ്പോൾ ഈ ടിപ്പ് ഒന്ന് ചെയ്തു നോക്കുക. അടുത്ത ടിപ്പ്, തണുപ്പുള്ള സമയങ്ങളിൽ സാധാരണയായി നമ്മുടെ തടി കൊണ്ടുള്ള ചപ്പാത്തി പലകയിലും കട്ടിംഗ് ബോർഡിലുമെല്ലാം പൂപ്പലാവാറുണ്ട്. ഇതുപോലെ അല്പം ഓയിലെടുത്ത് ചപ്പാത്തി പലകയുടെ എല്ലാ സൈഡിലും ഒന്ന് തേച്ച് പിടിപ്പിക്കുക. അകത്തും പുറത്തും സൈഡിലുമെല്ലാം നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കുക. ഇങ്ങനെ ഓയിൽ സ്പ്രെഡ് ചെയ്ത ശേഷമാണ് വെക്കുന്നതെങ്കിൽ എത്ര നാൾ വെച്ചാലും ഈ ചപ്പാത്തി പലക പൂത്തുപോകില്ല. ചപ്പാത്തി കോലിലും ഇതുപോലെ തന്നെ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ തടി കൊണ്ടുള്ള കട്ടിംഗ് ബോർഡിലും ഇതുപോലെ ഓയിൽ സ്പ്രെഡ് ചെയ്താൽ മതി, പൂത്തു പോകില്ല. ഇതും വളരെ ഉപകാരമുള്ള ഒരു ടിപ്പ് തന്നെയാണ്. എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണേ. അടുത്ത ടിപ്പ്, നമ്മുടെ മിക്കവരുടെയും വീടുകളിൽ ഇതുപോലുള്ള കിറ്റുകൾ ഒരുപാടുണ്ടാവും. സത്യം പറഞ്ഞാൽ അത് അവിടെ ഇവിടെയൊക്കെയായി വലിച്ചു വാരി കിടക്കുന്നത് കാണുമ്പോൾ ഒരു തലവേദന തന്നെയാണ്. ഉപയോഗശൂന്യമായ കിറ്റുകളൊക്കെ നമ്മൾ ഓരോ മാസവും കെട്ടിവെച്ച് ഹരിതകർമ്മസേനയുടെ ആളുകൾ വരുമ്പോൾ കൊടുത്തു വിടുമല്ലോ. നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്ന കവറുകളൊക്കെ എവിടെയെങ്കിലുമൊക്കെ സൂക്ഷിച്ചു വെക്കും.
അത് പുറത്ത് എവിടെ കൂട്ടി വെച്ചാലും അതിൽ പല്ലിയും പാറ്റയും ഉണ്ടെങ്കിൽ അതുമെല്ലാം കയറിപ്പറ്റും. ഇങ്ങനെ ചെയ്താൽ നമുക്ക് ഈ കവറുകൾ പുതിയതുപോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റും. ഈ കവറുകൾ ഓരോന്നായി എടുത്ത് അതിന്റെ ചുളുക്കമൊക്കെ മാറ്റിയ ശേഷം ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കുക. ഇതുപോലെ എല്ലാ കവറുകളും മടക്കിയെടുക്കുക. ടിഷ്യൂ ഒക്കെ ഉപയോഗിച്ച് തീർത്ത ശേഷം നമ്മൾ വലിച്ചെറിയുന്ന ഇതുപോലുള്ള കവറുകൾ എല്ലാവരുടെയും വീടുകളിൽ ഉണ്ടാവുമല്ലോ. ഇങ്ങനെ എല്ലാ കവറുകളും മടക്കിയെടുത്ത ശേഷം ഇതിനുള്ളിലേക്ക് വെച്ചു കൊടുക്കുക. ഇനി നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഓരോ കവറുകളും എടുക്കാം. ഇങ്ങനെ നമ്മുടെ വീട്ടിലുള്ള റീയൂസ് ചെയ്യാൻ പറ്റുന്ന കവറുകളൊക്കെ നമുക്ക് ഇങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇതൊരു നല്ല ടിപ്പാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടുത്തതായി നമുക്ക് മഴക്കാലത്ത് മുളക്, മല്ലി, ഗോതമ്പ്, റാഗി ഇതെല്ലാം എങ്ങനെയാണ് ഉണക്കിയെടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. നല്ലതുപോലെ കഴുകിയെടുത്ത് വേണം ഇതൊക്കെ പൊടിച്ചെടുക്കാൻ. വെള്ളം ഒഴിച്ചു കൊടുത്ത് 2-3 പ്രാവശ്യം നല്ലതുപോലെ തന്നെ കഴുകിയെടുക്കണം. മുളക് കഴുകുമ്പോൾ കുതിർന്നു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. പെട്ടെന്ന് തന്നെ 2-3 പ്രാവശ്യം കഴുകി മാറ്റണം. ഇതിനകത്ത് കല്ലും പൊടിയും ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് മുകളിൽ നിന്ന് ഇങ്ങനെ കോരിയെടുക്കണം. അടിയിൽ മണ്ണ് കാണും. ഇതിലെ വെള്ളം മുഴുവനായും പോകാനായി അരിപ്പ പാത്രത്തിലേക്ക് കോരി വെക്കുക. ഇതുപോലെ മല്ലിയും കഴുകിയെടുക്കണം. മല്ലിയായാലും മുളകായാലും അത് കഴുകുന്ന സമയം കുതിർന്നു പോകാതെ പെട്ടെന്ന് തന്നെ കഴുകി വാരിയെടുക്കണം. ഇതുപോലൊരു കോട്ടൺ തുണിയിൽ നിരത്തിയിട്ട് ഇതിലെ വെള്ളമൊക്കെ ഒന്ന് ഒപ്പി മാറ്റുക. മുളക് ഒരുപാട് സമയം വെള്ളത്തിൽ ഇടരുത്. കുതിർന്നു പോയാൽ ഉണങ്ങിക്കിട്ടാൻ പ്രയാസമാണ്. ഇങ്ങനെ നല്ലതുപോലെ നിരത്തി കൊടുത്ത ശേഷം കുറച്ച് സമയം ഫാനിനടിയിലായി വെച്ചു കൊടുത്താലും മതി. ഇനി ഒരു വലിയ കുക്കർ എടുക്കുക. കുക്കർ ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതിനകത്തൊരു സ്റ്റാൻഡ് വെച്ച് കൊടുത്ത ശേഷം ഇതിന് മുകളിലായി മല്ലി ഒരു പാത്രത്തിൽ വെച്ച് കൊടുക്കുക. മല്ലിയിലെ വെള്ളം നല്ലതുപോലെ മാറിയതിനു ശേഷം വേണം ഇങ്ങനെ വെച്ചു കൊടുക്കാൻ. ഈ സമയം ഫ്ലെയിം ലോയിലായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കുക്കർ അടച്ചു കൊടുത്ത് ഒരു 2 മിനിറ്റ് ആകുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്യണം. അങ്ങനെ തന്നെ വെച്ച് കുറച്ച് സമയം കഴിയുമ്പോൾ തുറന്നു നോക്കുക. നമുക്ക് തൊടുമ്പോൾ തന്നെ അറിയാം നന്നായി ഉണങ്ങി കിട്ടിയിട്ടുണ്ടെന്ന്. കുക്കറിന്റെ നോബ് ഇടാതെ വേണം ഇത് ചെയ്യാൻ. കേക്കൊക്കെ ബേക്ക് ചെയ്യുന്ന രീതി തന്നെയാണ് നമ്മൾ ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നത്. ഇതുപോലെ തന്നെ ബാക്കിയുള്ള മല്ലിയും റെഡിയാക്കി എടുക്കുക. ഇനി ഇതൊരു പരന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് നിരത്തി കൊടുക്കുക. ഇത് ജസ്റ്റ് ഒന്ന് വറുത്തെടുത്ത ശേഷം വേണം മിക്സിയുടെ ജാറിൽ പൊടിച്ചെടുക്കാൻ. എങ്കിൽ നല്ല മണവും രുചിയുമുള്ള നല്ല സൂപ്പർ മല്ലിപ്പൊടി തന്നെ നമുക്ക് കിട്ടും. കുക്കറിന്റെ അടി വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. വെള്ളം ഒഴിച്ചു കൊടുത്താൽ ആവി വന്ന് നമ്മുടെ മല്ലിയെല്ലാം കുതിർന്നു പോകത്തേ ഉള്ളൂ. മല്ലി ഇപ്പം ഏകദേശം നല്ലതുപോലെ തന്നെ ചൂടായിട്ടുണ്ട്. ഇതേപോലെ തന്നെ മുളകും ഏകദേശം 2 മിനിറ്റ് കുക്കറിൽ വെച്ച് കൊടുത്ത് വറുത്തെടുക്കുക. മുളക് നമ്മൾ കഴുകിയെടുക്കുന്ന സമയം അത് കുതിർന്നു പോകാതെ പെട്ടെന്ന് തന്നെ കഴുകിയെടുക്കണം. 2 മിനിറ്റിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ആ ചൂടിൽ തന്നെ കുറച്ച് സമയം വെച്ചിട്ട് വേണം കുക്കർ തുറന്നു കൊടുക്കാൻ. ഇതും ഒരു പരന്ന പാത്രത്തിലേക്ക് നിരത്തിയിട്ട് കൊടുക്കുക. കണ്ടോ, നമ്മുടെ മുളകും ഏകദേശം നന്നായിട്ട് തന്നെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ചൂടായിരിക്കുന്ന കുക്കറിലേക്ക് തന്നെ ഇട്ട് കൊടുത്ത് മല്ലി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇങ്ങനെ പൊടിച്ചു വെച്ചാൽ ഒട്ടും പൂത്തു പോകാതെ തന്നെ നമുക്ക് സൂക്ഷിച്ചു വെക്കാം. ഇതിലേക്ക് 2-3 തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുക. ഇതുപോലൊക്കെ മല്ലി വറുത്ത് പൊടിച്ചെടുത്ത് കറി വെച്ചാൽ നമ്മുടെ കറിയുടെ മണം അയൽവക്കത്ത് വരെ പോകും. ഇങ്ങനെ മൂപ്പിച്ചെടുത്ത് മല്ലി പൊടിച്ചു വെച്ചാൽ നമ്മൾ കറി വെക്കുന്ന സമയം പൊടികൾ ഒരുപാട് സമയം എണ്ണയിൽ മൂപ്പിക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മാത്രം മതി. മല്ലി കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. കരിഞ്ഞു പോയാൽ അതിന്റെ കളറും ടേസ്റ്റും എല്ലാം മാറും. ഇതിലിട്ട കറിവേപ്പില ഇങ്ങനെ പൊടിഞ്ഞു വരുന്ന അളവാണ് മല്ലി മൂക്കുന്ന കണക്ക്. കുറച്ചൊക്കെ മല്ലിയും മുളകും ഒക്കെ നമുക്ക് ഇങ്ങനെ ഉണക്കിയെടുക്കാം. ഇതൊന്ന് നിരത്തി കൊടുത്ത് ചൂടൊന്ന് കുറഞ്ഞ ശേഷം വേണം മിക്സിയിൽ പൊടിച്ചെടുക്കാൻ. കടയിൽ നിന്ന് വാങ്ങുന്നത് പോലെ തന്നെ നന്നായിട്ട് പൊടിഞ്ഞു കിട്ടും. ഇതുപോലെ മുളകും ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക. എല്ലാവരും ഇങ്ങനെ മുളക് ചൂടാക്കാറില്ല. പക്ഷെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. ഇത് പെട്ടെന്ന് തന്നെ എടുത്ത് നിരത്തി കൊടുക്കുക. ഇതും ഒരു ചെറിയ ചൂടോടുകൂടി തന്നെ വേണം പൊടിച്ചെടുക്കാൻ. ഇനി നമുക്ക് ഓവൻ ഉണ്ടെങ്കിൽ ഓവനിലും ഇതുപോലെ തന്നെ മഴക്കാലത്ത് മല്ലിയും മുളകും ഒക്കെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഉണക്കിയെടുക്കാം. 180 ഡിഗ്രിയിൽ 4-5 മിനിറ്റ് വെക്കുക. അഞ്ച് മിനിറ്റിന് ശേഷം പുറത്തെടുത്ത് പെട്ടെന്ന് തന്നെ നിരത്തി കൊടുക്കണം. ഇങ്ങനെ വറുത്തെടുത്താലും നമുക്ക് നന്നായിട്ട് തന്നെ പൊടിഞ്ഞു കിട്ടും. കുറച്ചൊക്കെ നമുക്ക് ഇങ്ങനെ വീട്ടിൽ പൊടിച്ചെടുക്കാം. ഇങ്ങനെ കുറച്ചൊക്കെ പൊടിച്ചു വെച്ചാൽ പൊടിക്ക് നല്ല മണവും കിട്ടും. ഒരുപാടൊക്കെ പൊടിച്ചു വെച്ചാൽ അതിന്റെ മണമൊക്കെ കുറഞ്ഞു വരും. മുളകും ഇതുപോലെ തന്നെ 5 മിനിറ്റ് ഓവനിൽ വെച്ച ശേഷം പുറത്തെടുത്ത് നിരത്തി ഇട്ട് കൊടുക്കുക. ഇതും ചെറിയ ചൂടോട് തന്നെ മിക്സിയിലിട്ട് പൊടിച്ചെടുത്താൽ നമ്മൾ കടകളിൽ നിന്ന് വാങ്ങുന്ന പോലെ തന്നെയുള്ള പൊടി കിട്ടും. കണ്ടോ, മുളകെല്ലാം നന്നായിട്ട് ഉണങ്ങി നല്ല ക്രിസ്പി ആയി തന്നെ കിട്ടിയിട്ടുണ്ട്. വീട്ടിൽ ഓവൻ ഉള്ളവർക്ക് ഈ മെത്തേഡും ചെയ്തു നോക്കാം. അപ്പോൾ മല്ലി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ചെറിയ ചൂടോട് കൂടി തന്നെ പൊടിച്ചെടുക്കാം.
കടയിൽ നിന്ന് വാങ്ങുന്നത് പോലെ തന്നെ നന്നായിട്ട് തന്നെ പൊടിഞ്ഞു കിട്ടും. 2-3 പ്രാവശ്യം നിർത്തി ഇളക്കി കൊടുത്ത് വേണം പൊടിച്ചെടുക്കാൻ. ഗോതമ്പായാലും പഞ്ഞപ്പുല്ലായാലും മഴക്കാലത്ത് നമുക്ക് ഈ രീതിയിൽ തന്നെ ഉണക്കി പൊടിച്ചെടുക്കാം. കണ്ടോ, കടയിൽ നിന്ന് വാങ്ങുന്ന പോലെ തന്നെ നന്നായിട്ട് തന്നെ പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനിയും മുളകും ഇതുപോലെ തന്നെ മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്ത് പൊടിച്ചെടുക്കാം. മുളകും നന്നായിട്ട് തന്നെ പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട്. മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നത് എത്രത്തോളം നല്ലതാണെന്ന് നമുക്കറിയില്ലല്ലോ. നമ്മൾ കഴിയുന്ന പോലെ നല്ലതുപോലെ കഴിയാണ് എടുക്കുന്നതെന്നൊന്നും നമുക്കറിയില്ല. വീട്ടിൽ ഇങ്ങനെ ഉണ്ടാക്കി പൊടിച്ചെടുത്താൽ നമുക്ക് ധൈര്യമായി തന്നെ ഉപയോഗിക്കാമല്ലോ. അപ്പോൾ ഇനി മഴക്കാലത്തും നമുക്ക് മായമില്ലാത്ത പൊടികൾ തയ്യാറാക്കി സ്റ്റോർ ചെയ്ത് വെക്കാം. പലരും മഴക്കാലത്ത് നേരത്തെ തന്നെ എല്ലാം പൊടിച്ചു വെക്കാറുണ്ട്. കുറച്ചു പേർക്കെങ്കിലും ഇങ്ങനെ പൊടിച്ചു വെക്കാൻ പറ്റാതെ പോകും. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ളതാണ് ഈ വീഡിയോ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇന്ന് പറഞ്ഞ കൊച്ചു കൊച്ചു ടിപ്സുകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇനി മഴയൊക്കെ നന്നായിട്ട് തന്നെ പെയ്തോട്ടെ, നമുക്കൊരു ടെൻഷനും വേണ്ട. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നിയാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനുമൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. ഈ ചാനൽ ആദ്യമായി കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത ശേഷം ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.